നമസ്കാരം. SSLC IT പരീക്ഷ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് സിൻഫിക് സ്റ്റുഡിയോ ഉപയോഗിച്ചിട്ടുള്ള കുറേ പഠന പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഉബുണ്ടുവിനകത്താണ് ആ സോഫ്റ്റ്വെയർ ഉള്ളത്. പക്ഷേ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ വിൻഡോസിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഒരുപാട് കുട്ടികളുടെ വീട്ടിൽ ഉബുണ്ടു സിസ്റ്റം ഉണ്ടായിരിക്കത്തില്ല. ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ നോക്കി പരാജയപ്പെട്ട കുറേ പേരുണ്ട്. അപ്പോൾ ഉബുണ്ടുവിനകത്ത് ഉപയോഗിക്കുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് വിൻഡോസിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനാണ് ഒരു വീഡിയോ കാണിച്ചു തരുന്നത്. നമുക്ക് ഉബുണ്ടുവിനകത്തുള്ള ഒരുവിധപ്പെട്ട എല്ലാ സോഫ്റ്റ്വെയറും നമുക്ക് വിൻഡോസിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓരോന്നിൻ്റെ ആയിട്ട് വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോസ് ലഭിക്കുകയുള്ളൂ. നമുക്ക് ഓരോ സോഫ്റ്റ്വെയറും ലിനക്സിനകത്ത് ഉബുണ്ടുവിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിൻഡോസിനകത്ത് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ പുതുതായിട്ട് വിൻഡോസിനകത്ത് അല്ലെങ്കിൽ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ നിൽക്കേണ്ട, ആ സോഫ്റ്റ്വെയറെല്ലാം ഇവിടെ കിട്ടും. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠന പ്രവർത്തനങ്ങൾ ചെയ്ത് പരിശീലിക്കാം. ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകിയിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ പേജ് വരും. ഇവിടെ നമുക്ക് സിൻഫിക് സ്റ്റുഡിയോ അതിൻ്റെ പേജ് ഉണ്ട്. ഇവിടെ ഫ്രീ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ആഡ് ഒക്കെ വരും, അത് നമുക്ക് ക്ലോസ് ചെയ്തങ്ങ് വിട്ടാൽ മതി. ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു, പക്ഷേ അതിൽ നിന്ന് സംഭവം ഡൗൺലോഡ് ആകുന്നില്ല. ഇതിപ്പോൾ ഒരു തേർഡ് പാർട്ടി സോഫ്റ്റോണിക് എന്ന് പറയുന്ന സൈറ്റാണ്, അതിനാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ sinfic.org എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റേണ്ടതാണ്. പക്ഷേ അവരുടെ സെർവർ എന്തോ പ്രശ്നം കാണിക്കുന്നു, ഡൗൺലോഡ് ആകുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു സൈറ്റ് ഇവിടെ ഞാൻ പരിചയപ്പെടുത്തി ഇതിനകത്ത് കാണിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഡൗൺലോഡായ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാനായിട്ട് ദിസ് PC പോയിട്ട് അവിടെ ഡൗൺലോഡ്സ് എടുത്താലും മതി, അല്ലെങ്കിൽ ആ ബ്രൗസറിൽ നിന്ന് ഡൗൺലോഡ് കൊടുത്താലും മതി. ഇവിടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് സെലക്ട് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ അവാസ്റ്റിൻ്റെ ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് വേണ്ട, അത് ഡിക്ലൈൻ തന്നെ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ആകും, വെറുതെ മെനക്കെടുത്താണ്. അത് കൊടുക്കണ്ട, ഡിക്ലൈൻ തന്നെ കൊടുക്കുക. അത് വരാൻ കാര്യം നമ്മൾ ഈ സോഫ്റ്റോണിക്കിൻ്റെ സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്തേക്കൊണ്ടാണ്. അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള പരസ്യങ്ങളൊക്കെ ആകിയാണ് വരുന്നത്. നമ്മൾ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് കിട്ടുന്നതുമില്ല. അപ്പോൾ നമ്മൾ തേർഡ് പാർട്ടി സൈറ്റിൽ നിന്ന് എടുക്കുകയാണ്. നമുക്ക് കാര്യം നടക്കേണ്ടതില്ലേ, പരീക്ഷയില്ലേ. ഇവിടെ ലോഞ്ച് എന്നുള്ള കൊടുക്കുക. പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അത് എഗ്രി കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ്, എന്നിട്ട് ഇൻസ്റ്റാൾ. അത് കംപ്ലീറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇൻസ്റ്റാൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അതും ക്ലോസ് ചെയ്യുക. നമുക്ക് ഡെസ്ക്ടോപ്പിനകത്തും ഐക്കൺ സിൻഫിക് സ്റ്റുഡിയോൻ്റെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും വന്നിട്ടുണ്ട്. നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കും. ഓക്കെ, ഇവിടെ സിൻഫിക് സ്റ്റുഡിയോ അതേ ഓപ്പണായി വന്നിട്ടുണ്ട്. നമ്മൾ ഉബുണ്ടുവിനകത്തുള്ള അതേ സോഫ്റ്റ്വെയർ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓപ്പണായി വരാനായിട്ട് എൻ്റെ സിസ്റ്റത്തിൽ ഇത്തിരി ടൈം എടുത്തു, കാരണം എൻ്റെ പഴയ കമ്പ്യൂട്ടറാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിലൊക്കെ പെട്ടെന്ന് വന്നോളൂ.